ഇള ഞങ്ങൾക്ക് അമ്മയാണ്. തുലാമാസത്തിൽ കോപാകുലിയായി വെള്ളപ്പൊക്കം കൊണ്ട് അമ്മ ഞങ്ങളെ ശാസിക്കുന്നു, മര്യാദ പഠിപ്പിക്കുന്നു. മീനത്തിൽ പത്തായം കഴിഞ്ഞ ദരിദ്രയായ അമ്മ ദുഃഖിതയാകുന്നു. മാനത്തിന് കോട്ടം വന്നാൽ ഞങ്ങളുടെ പെണ്ണുങ്ങൾ നിറഞ്ഞ പുഴയിൽ ചാടി മരിക്കുന്നു. അമ്മ എല്ലാ പാപങ്ങളും ദുഃഖങ്ങളും ഏറ്റുവാങ്ങുന്നു. ഞങ്ങളുടെ എല്ലാമാണ് പുഴ. ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതീകമായ നിളാനദിയെക്കുറിച്ച് MT വാസുദേവൻ നായർ കുറിച്ചിട്ട വരികളാണ്. ആരെയും പ്രീതിപ്പെടുത്താനുമായിരുന്നില്ല അദ്ദേഹം ഇങ്ങനെ എഴുതിയത്. ദക്ഷിണ കേരളത്തിലെ പുണ്യനിധിയായ പമ്പയെക്കുറിച്ച് മറ്റൊരു വ്യക്തി അടുത്തിടെ പറയുകയുണ്ടായി. അതിവിടെ കുറിക്കുന്നത് ദുർഗന്ധം വമിപ്പിക്കുമെന്നതുകൊണ്ട് ആ ഹീനകൃത്യത്തിന് ഞാൻ മുതിരുന്നില്ല. സംസ്കാരമെന്നത് അള്ളിപ്പിടിച്ച് കയറി കരസ്ഥമാക്കുന്ന സിംഹാസനങ്ങൾക്ക് നൽകാൻ കഴിയുന്നതല്ല എന്ന് ഈ വരികളുടെ നിറഭേദം വ്യക്തമാക്കുന്നു. മനുഷ്യ ശരീരം പുറന്തള്ളുന്നതിനെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണോ, അതോ ആ വസ്തുവിന് താനുമായുള്ള സാദൃശ്യം കൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞു പോയത് എന്നും അറിയില്ല. എല്ലാ മാലിന്യങ്ങളും ഉള്ളിലൊതുക്കി ആർക്കും ശല്യമാകാതെ അതിനെ ഒഴുക്കിക്കളയുന്ന നദിയുടെ പരിതാപകരമായ അവസ്ഥയെ പരാമർശിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനുവേണ്ടി മറ്റാരെയോ പ്രീതിപ്പെടുത്താനായി പ്രയോഗിക്കുന്ന മ്ലേച്ഛമായ വാക്കുകൾ ഉയർത്തുന്ന ദുർഗന്ധം എത്ര പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിക്കയറിയാലും ഒഴിഞ്ഞു പോകില്ല എന്നെങ്കിലും ഓർക്കേണ്ടതായിരുന്നു. അതും സ്വയം സൃഷ്ടിച്ചെടുത്ത ഉത്തംഗ ശൃംഗങ്ങളിൽ നിന്നാകുമ്പോൾ അത് പരക്കുന്നതിന് വ്യാപ്തി കൂടുന്ന കാര്യവും പരിഗണിക്കപ്പെടാതെ പോയി. അത് മനസ്സിലാകണമെങ്കിൽ പമ്പാനദിയെ പവിത്രമായി സങ്കല്പിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാരാരാണെന്നറിയണം. അവരുടെ മനസ്സുകളിലേക്ക് ഒരു നിമിഷമെങ്കിലും സഞ്ചരിക്കണം. പമ്പാനദിയുമായി മാനസികമായും ശാരീരികമായും സമദൂരവും ശരിദൂരവും അകലം പാലിക്കുന്ന വ്യക്തിക്ക് അതിന് പര്യാപ്തമായ മനോനിലയുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് യഥാർത്ഥ മണ്ടന്മാർ. മണികണ്ഠന് പിറന്നു വീഴാൻ പുണ്യതീരം ഒരുക്കിക്കൊടുത്ത, മാരാമൺ കൺവെൻഷന് വേദിയാകുന്ന, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിന് അരങ്ങൊരുക്കുന്ന അമ്മയോട് വികലമായ വാക്കുകളിൽ മനം തൊന്ന് ഞങ്ങൾ ഹൃദയവേദനയോടെ മാപ്പ് ചോദിക്കുന്നു.